ആൾക്കാർക്ക് വീട് കെട്ടുവാനുള്ള ആഗ്രഹമുണ്ട്. എല്ലാ ഫെസിലിറ്റീസും വേണമെന്നുള്ള ആഗ്രഹം ആൾക്കാർക്കുണ്ട്. റിയൽ എസ്റ്റേറ്റ് ഓർ ഹൗസിംഗ് ഈസ് ദാറ്റ് അതിഥി ദേവോ ഭവ. സോ വി നീഡ് ടു ടേക്ക് കെയർ ഓഫ് ദ ഗസ്റ്റ്. അവരുടെ വീട് നിർമ്മിക്കുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അവരുടെ ആ സ്വപ്നത്തിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഞാൻ ഫെസിലിറ്റേറ്റ് ചെയ്തു കൊടുക്കും. ഹായ്, വെൽക്കം ടു ഷാസ് പ്രോപ്പർട്ടീസ്. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് മിസ്റ്റർ ബൈജു അതിഥി ഹോംസിൻ്റെ പാലക്കാടിലെ പുതിയൊരു ഡെവലപ്പറും കൂടിയാണ് അങ്ങേര്. എൻ്റെ പേര് ബിജു അപ്പുണ്ണി. ഞാൻ കൊട്ടേക്കാടാണ് സ്ഥലം. ഞാനൊരു 25 years ആയിട്ട് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഞാൻ പുതിയതായിട്ടൊരു പ്രോജക്റ്റ് പടലിക്കാട് തുടങ്ങിയിട്ടുണ്ട്, അതിഥി ഹോംസ്. സാർ നേരത്തെ പറഞ്ഞല്ലോ, ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിൽ ഒരു 25 വർഷമായിട്ടാണ് ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിൽ നിന്നും സാറ് റിയൽ എസ്റ്റേറ്റിലേക്ക് വരാൻ, കാരണം റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് എന്നുള്ള രീതിക്ക് വരാനൊരു റീസൺ എന്തെങ്കിലും സാർക്ക് ഉണ്ടോ? പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് ഇത് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വരാനൊരു കാരണം? ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റീസൺ പറയുകയാണെന്ന് വെച്ചാൽ, ഞാൻ ഈ പ്രോപ്പർട്ടി വാങ്ങിച്ച തന്നെ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി തുടങ്ങുന്നതുമായിട്ടുള്ള ഒരു എൻ്റെ ഓഫീസ് പർപ്പസിനും ഗോഡൗണുമായിട്ടാണ് വാങ്ങിച്ചത്. പക്ഷെ ഞാൻ ഈ യാഥാർത്ഥ്യം നമ്മുടെ നാട്ടിൽ നോക്കിയ സമയത്ത് ക്വാളിറ്റി ആയിട്ട് വീട് കെട്ടുന്ന ആൾക്കാർ, എല്ലാ സൗകര്യവുമായിട്ട് വീട് കെട്ടുന്ന, അഫോർഡബിൾ ആയിട്ട് കെട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊരു ഫെസിലിറ്റി നമ്മൾ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു റൂം ഞാൻ കാണുന്നുണ്ട്. ആ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിന് തയ്യാറെടുത്തത്. അത് വളരെ അഫോർഡബിൾ ആയിട്ട് ക്വാളിറ്റി ആയിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് ഉദ്ദേശിക്കുന്നത്. സാറ് എത്ര കാലമായിട്ടാണ് റിയൽ എസ്റ്റേറ്റ് ഫീൽഡിനകത്ത് വന്നിട്ടുള്ളത്? ഞാൻ റിയൽ എസ്റ്റേറ്റിൽ ഇത് എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റാണ്. വെരി ഗുഡ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 1 year ആയിട്ടുള്ളൂ ഞാനതിലേക്ക് തുടങ്ങിയിട്ട്. ആക്ച്വലി ഈ പ്രോജക്റ്റ് തുടങ്ങിയിട്ട് 1 year ആയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ സെല്ലിംഗ് പ്രോസസ് തുടങ്ങിയിട്ട് 2 months ആയിട്ടേ ഉള്ളൂ. ഓക്കെ. സാർ, ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്തുകൊണ്ടാണ് കൊട്ടേക്കാട്, അതായത് പാലക്കാട് കൊട്ടേക്കാട് എന്നൊരു സ്ഥലം സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്തെങ്കിലും ഉണ്ടോ സാർക്ക് പ്രത്യേകിച്ച് നോക്കണമെങ്കിൽ? ഞാൻ ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ് എനിക്ക് വരുന്നതിന് മുന്നേ തന്നെ, ഞാൻ ഈ മാർക്കറ്റിൽ റിയൽ എസ്റ്റേറ്റിലേക്ക് വരുന്നതിന് മുന്നേ ഈ മാർക്കറ്റിനെ പറ്റി ജസ്റ്റ് ഒരു സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, ആൾക്കാർക്ക് വീട് കെട്ടുവാനുള്ള ആഗ്രഹമുണ്ട്, എല്ലാ ഫെസിലിറ്റീസും വേണമെന്നുള്ള ആഗ്രഹം ആൾക്കാർക്കുണ്ട്. പക്ഷെ അവർക്ക് കറക്റ്റ് ഒരു ഡോക്യുമെന്റഡ് പ്രോപ്പർട്ടി വിത്ത് ഒരു പ്രോപ്പർ റോഡ് അല്ലെങ്കിൽ വാട്ടർ കണക്ഷൻ, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആയിട്ട് കോമൺ മാന് കിട്ടാൻ എല്ലാം കൂടിയുള്ള ഒരു ഫെസിലിറ്റി കിട്ടുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് നമുക്ക് അഫോർഡബിൾ ആയിട്ട് എന്തുകൊണ്ട് പ്രൊവൈഡ് ചെയ്തുകൂടാന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് സാർ എത്രത്തോളം അതിലൊരു ഇൻവോൾവ്മെന്റ്, അല്ലെങ്കിൽ സാർ എത്രത്തോളം സാറിന്റെ ലൈഫിൽ അതിനൊരു കോൺട്രിബ്യൂഷൻ, ഒരു സാർ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞല്ലോ, റിയൽ എസ്റ്റേറ്റ് ആണ്, അപ്പോൾ അതിന് ഒരുപാട് കോമ്പറ്റീഷൻസും കാര്യങ്ങളെല്ലാം ഫീൽഡ്. അപ്പോൾ സാറിന്റെ ഒരു ലൈഫിനകത്ത് എത്ര കോൺട്രിബ്യൂഷൻസ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നുണ്ട്? സാർ എന്താണ് ഇതിന് ഈ പ്രൊജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാനിപ്പോൾ ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ കോമൺ മാൻ ഒരു വീട് വെക്കുക എന്നുള്ളത് ഒരു സ്വപ്നമാണ്. അത് അവർക്ക് ഒരു ഹാസിൽ ഫ്രീ ആയിട്ട്, അവർക്ക് ഡോക്യുമെന്റേഷൻ ആണെങ്കിലും ലാൻഡിന്റെ ഡീഡ് മുതൽ, പാരന്റ് ഡീഡ് മുതൽ, അല്ലെങ്കിൽ പറമ്പാണ്, ആ രീതിക്കുള്ള ഡോക്യുമെന്റേഷൻ പാർട്ട് അവർക്ക് ഒരു ഹാസിൽ ഇല്ലാതെ ചെയ്തു കൊടുക്കുക. അതിനോടൊപ്പം തന്നെ എല്ലാ ബേസിക് ഫെസിലിറ്റീസും അഫോർഡബിൾ ആയിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്. കാരണം സാധാരണക്കാരന് എപ്പോഴും ഈ പറഞ്ഞ ഫെസിലിറ്റീസ് എല്ലാം വരുന്ന സമയത്ത് കോസ്റ്റ് എപ്പോഴും കൂടാറുണ്ട്. അപ്പോൾ അത് അഫോർഡബിൾ ആയിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് സാറിന് മെയിൻ ഒരു ഉദ്ദേശം. ഒരു പ്രൊജക്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യും. അതിൽ സാർ എന്തൊക്കെ ഒരു ചലഞ്ചസ് ഫേസ് ചെയ്തിരും? സാർ ഇപ്പോൾ ഇതിന് ഒരു ചലഞ്ചസ് നോക്കുകയാണെങ്കിൽ, ഇതിന് ഡോക്യുമെന്റേഷൻ വേണ്ടിയിട്ട് സാറ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്ത് തന്നെയല്ലേ? അപ്പൊ ഞാനിതിൽ നോക്കിയപ്പോൾ ഈ ലാൻഡ് ആദ്യം സെല് ചെയ്യാന്ന് മനസ്സിൽ ഉദ്ദേശിച്ചപ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ വെറും ലാൻഡായിട്ട് സെല് ചെയ്യാം. പക്ഷെ ഞാനിതിനെപ്പറ്റി വിശകലനം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പുതിയ നിയമങ്ങൾ വന്നത്, ഇപ്പോൾ റെറ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കസ്റ്റമർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള പുതിയ നിയമങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപ്രകാരം തന്നെ ചെയ്യാൻ തന്നെയാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുപ്രകാരം നമ്മൾ ലാൻഡ് ഡെവലപ്മെന്റ് പെർമിറ്റ് മരുതറോഡ് പഞ്ചായത്ത്, that was very encouraging. They have given all the support from the village office also. ഞാനിങ്ങനെ ഒരു ഡെവലപ്മെന്റ് പ്രൊജക്ട് പടലിക്കാട് കൊട്ടേക്കാട് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എല്ലാവിധ സപ്പോർട്ടും വില്ലേജ് ഓഫീസിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും
അവർ പെർമിറ്റ് നമ്മൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ വാട്ടർ അതോറിറ്റിയിലാണെങ്കിലും ഓക്കെ. ഇലക്ട്രിസിറ്റി KSEBിയിലാണെങ്കിലും അതിനുള്ള കണക്ഷൻസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി അവർ ഹെൽപ്ഫുൾ ആയിട്ട് തന്നെയാണ് നമ്മൾക്ക് ചാലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ലൈൻസ് മാത്രമേ ചാലഞ്ചസ് ആയിട്ട് വരുന്നുള്ളൂ. അതർവൈസ് എവരിത്തിങ് ഈസ് എൻകറേജിങ്. ഓക്കെ. അപ്പോൾ സാറേ, ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വിട്ടിട്ടുള്ള റോഡിന്റെ സൈസ് എത്ര വീതിയാണ് റോഡ് വിട്ടിട്ടുള്ളതോ? അതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു 6 മീറ്റർ റോഡ്സ് ആണ് തുടക്കത്തിലുള്ളത്. അത് കഴിഞ്ഞിട്ട് എല്ലാ ഇൻ റോഡ്സും മിനിമം 5 മീറ്റേഴ്സ് ആണ് വെക്കുന്നത് കൊടുത്തിട്ടുള്ളത്. അതെ. ഓക്കെ. റോഡെല്ലാം ടാറിങ് ചെയ്ത് നമ്മൾ പോകുന്നു. ടാറിങ് ലാസ്റ്റ് ഫേസിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതില് ഈ ലാൻഡ് ഡെവലപ്മെന്റ് പെർമിറ്റ് പ്രകാരം നമ്മൾക്ക് ചെയ്യുകയാണെങ്കിൽ ഈവൻ പഞ്ചായത്ത് വരെ നമ്മൾക്ക് ശരിക്കും നമ്മൾക്ക് അവര് ഇതിന്റെ സെക്കൻഡ് ഫേസിൽ നമ്മൾ പഞ്ചായത്തിന് കൊടുക്കുകയാണ്. അവർ തന്നെയാണ് നമുക്ക് പേവ് ചെയ്ത് തരാന്നുള്ള രീതിക്ക് വരാം. അപ്പോൾ ഫുൾ സപ്പോർട്ടീവ് ആയിട്ടാണ് ഗവൺമെന്റ് അതോറിറ്റീസും നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത്. ഈ പ്രൊജക്ടിനകത്ത് ഒരു അതിഥി ഹോംസ് എന്നാണ് പേരിട്ടുള്ളത്. അപ്പൊ അത് ഇടാൻ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ സാർക്ക്? ഒരു സ്പെഷ്യൽ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളുടെ പേര് അതിഥി എന്നാണ്. വെരി ഗുഡ്. പിന്നെ ഇതിന്റെ കൊണോട്ടേഷൻ ടു റിയൽ എസ്റ്റേറ്റ് ഓർ ഹൗസിംഗ് ഈസ് ദാറ്റ് അതിഥി ദേവോ ഭവ. സോ വി നീഡ് ടു ടേക്ക് കെയർ ഓഫ് ദ ഗസ്റ്റ്. സോ നമ്മളുടെ അവിടെ വരുന്ന ഏത് പ്രോപ്പർട്ടി ആര് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും അവർക്ക് ഉള്ള ട്രീറ്റ് ആസ് യുനോ. സാറ് പറയുന്നത് പ്രൊജക്ട് മക്കളെ പോലെ നോക്കും എന്നുള്ള രീതിക്കാണ് പേര്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എനിക്കിതിൽ പറയാനുള്ളത്, ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് പറയാനുള്ളത്, അവരുടെ വീട് നിർമ്മിക്കുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അവരുടെ ആ സ്വപ്നത്തിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഞാൻ ഫെസിലിറ്റേറ്റ് ചെയ്തു കൊടുക്കും. ദാറ്റ് ആസ് പെർ ദ ഗവൺമെന്റ് നോംസ് ആൻഡ് റെഗുലേഷൻസ് തന്നെയാണ് ചെയ്തു കൊടുക്കുക. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തത് അഫോർഡബിൾ ആയിട്ട് തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റും. മൂന്നാമതായിട്ട് നമ്മളിപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റ് ആയതുകൊണ്ടും അതിഥി ഹോംസ് എന്നുള്ള ഫസ്റ്റ് പ്രോജക്റ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ അവർക്ക് വേണ്ട കംപ്ലീറ്റ് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ആസ് പെർ ദ ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, providing the basic facilities of road, drainage, water connection, electrification, all these facilities അവർക്ക് എല്ലാ ഗേറ്റഡ് കമ്മ്യൂണിറ്റിന്റെ എല്ലാവിധ ഫെസിലിറ്റീസും അവർക്ക് ഉണ്ടാവും. അത് എന്താ പറയുക, പ്രൈവറ്റ് ഓണർഷിപ്പ് തന്നെ എടുത്തു കൊടുക്കും. സാർ, എന്തുകൊണ്ടാണ് ഷാസ് പ്രോപ്പർട്ടീസിനെ മാർക്കറ്റിംഗ് പാർട്ണർ അല്ലെങ്കിൽ മാർക്കറ്റിംഗിന്റെ പ്രൊമോഷൻ കാറ്റഗറിയിലേക്ക് ഏൽപ്പിക്കാൻ എന്തെങ്കിലും സാർക്ക് നമ്മളിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേകത, എന്തെങ്കിലും ഒരു ഡിഫറൻസ് സാർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ആക്ച്വലി തുടക്കത്തിൽ ഞാൻ ഈ പ്രൊജക്റ്റ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി മാർക്കറ്റിംഗ് ഉള്ളത് തന്നെ എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് മുഖാന്തരമാണ് ഷാസ് പ്രോപ്പർട്ടീസ് എനിക്കൊരു റെഫറൻസ് കിട്ടിയത്. അവർക്ക് ഈ ബൈപ്പാസിൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതാണ്, ഹൈ വാല്യൂ പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ ഷാസ് പ്രോപ്പർട്ടീസിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലാൻഡ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ക്ലിയർ കട്ടായിട്ട് അറിയാൻ കഴിഞ്ഞ 3-4 അഡ്വാൻറ്റേജസ് ആണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അഡ്വാൻറ്റേജ്, you people are very professional in every aspect. Second thing, അതിൻ്റെ കറക്റ്റ് ഫാക്ട്സ് അറിഞ്ഞതിന് ശേഷം ഈവൻ ഫോർ ദ പ്രൈസിങ് ഓൾസോ ഷാസ് പ്രോപ്പർട്ടീസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്കതിനുള്ള സപ്പോർട്ട്സ് തരുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾക്ക് ഈ റിയൽ എസ്റ്റേറ്റിനെ പറ്റി ഒരു ഐഡിയയും ഇല്ല. പക്ഷേ ഇതെന്താണ് ലൊക്കേഷൻ, ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോസ്പെക്റ്റ് എന്താണ്, ഇതിൻ്റെ പ്രൈസിങ് എന്താണ്, അപ്പോൾ മാർക്കറ്റിനെ പറ്റി ഇൻഡെപ്ത് നോളേജ് ഷാസ് പ്രോപ്പർട്ടീസിനുണ്ട്. അവർ അത്രയും പ്രോപ്പർട്ടീസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ലഭിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് ഇതൊരു മോട്ടിവേഷൻ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങനെ ഒരു ന്യൂ എൻട്രൻ്റ് ആയിട്ട് വളർന്നു വരണം എന്നുള്ള ആഗ്രഹം മനസ്സിൻ്റെ ഉള്ളിലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ഞാൻ ഷക്കീർ ഖായുമായിട്ട് ഡിസ്കഷനിൽ പല സമയത്തും അതൊരു മോട്ടിവേഷനായിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു മെൻറ്ററിങ് ആയിട്ടാണ് നിങ്ങളെപ്പോഴും അത് സംസാരിക്കുക. എസ്പെഷ്യലി ദ പ്രോസ്പെക്ട് ഓഫ് പാലക്കാട് ഇൻ ടേംസ് ഓഫ് സ്മാർട്ട് സിറ്റി, ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ഗെറ്റ് ഡെവലപ്ഡ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഈ എന്താ പറയുക, ഈ ധാരയിലേക്ക് തന്നെ കൊണ്ടുവന്നതിന് ഒരു കാരണം കൂടെ ഷാസ് പ്രോപ്പർട്ടീസ് ആണ്. എന്തായാലും താങ്ക്സ് സാർ, ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിന് വളരെ താങ്ക്സ്. ഓക്കെ, ഇറ്റ്സ് മൈ പ്ലഷർ ഫോർ അസോസിയേറ്റിംഗ് വിത്ത് ഷാസ് പ്രോപ്പർട്ടീസ്. താങ്ക് യു വെരി മച്ച്.